എപ്പോഴും ടെൻഷനുള്ളവർ കേട്ടിരിക്കുന്ന ഒരു കഥയാണ് ഞാൻ വായിക്കുന്നത്. ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരുപക്ഷെ ഈ ടെൻഷനുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് ഈ കഥ നിങ്ങളെ സഹായിക്കും. ഒരിടത്ത് അതിധീരനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു. വില്ലാളി വീരൻ, ആയോധന കലകളിൽ വിദഗ്ധൻ. ആർക്കും തന്നെ തോൽപ്പിക്കാനാവില്ലെന്ന വിശ്വാസവും ഈ രാജാവിനുണ്ടായിരുന്നു. ഒരു ദിവസം നായാട്ടിനിറങ്ങിയ രാജാവ് ഒരു കാഴ്ച കണ്ടു. വനാതിർത്തിയിലെ മരങ്ങളിൽ ആരോ കൃത്യമായി അമ്പെയ്ത് പൊള്ളിച്ചിരിക്കുന്നു. മരത്തടിയിൽ ചെറുവൃത്തം വരച്ച് അതിനുള്ളിൽ അമ്പെയ്ത് നിർത്തിയിരിക്കുകയാണ്. എത്ര പരിശ്രമിച്ചാലും തനിക്ക് ഇത്ര സൂക്ഷ്മമായി അമ്പെയ്യാനാവില്ലെന്ന് ഈ രാജാവ് ഉറപ്പായിരുന്നു. ആരാണിവൻ? രാജാവ് അത്ഭുതപ്പെട്ടു. ഒപ്പം ചെറിയ ഭയവും മനസ്സിൽ കുടിയേറി. ഇത്ര സൂക്ഷ്മതയുള്ള ആൾക്ക് എത്ര ദൂരെ നിന്നും തന്റെ ചങ്കിലേക്ക് അമ്പെയ്യാനാകും? കൊട്ടാരത്തിലേക്ക് മടങ്ങിയ രാജാവ് ഉടൻ നാട് മുഴുവൻ പട്ടാളത്തെ അയച്ചു. എങ്ങനെയും ആ വിദഗ്ധനായ അമ്പെയ്ത്തുകാരനെ കണ്ടെത്തുക എന്നതായിരുന്നു ലക്ഷ്യം. ആ നാട് മുഴുവൻ തിരഞ്ഞിട്ടും അയാളെ കണ്ടില്ല. സകല ഗുരുക്കന്മാരോടും അന്വേഷിച്ചു. ഇത്ര വിദഗ്ധനായ വില്ലാളിയെ അറിയില്ല. അടുത്ത ദിവസം കൊട്ടാരത്തിനടുത്തുള്ള മരങ്ങളിലും വില്ലാളിയുടെ വൈഭവം കണ്ടു. ഇതോടെ രാജാവ് ആകെ അസ്വസ്ഥനായി. ജീവനോടെയോ അല്ലാതെയോ വില്ലാളിയെ പിടിക്കുന്നവർക്ക് 10,000 പൊൻപണം വാഗ്ദാനം ചെയ്തു. രാജാവിന് തന്റെ ഉറക്കം നഷ്ടപ്പെട്ടു. വിനോദങ്ങൾ പോലും ഇല്ലാതെയായി. ഭക്ഷണം വേണ്ട, ശരീരം മേലിഞ്ഞ് ചുക്കിച്ചുളിഞ്ഞ് പുറത്തിറങ്ങാൻ പോലും വയ്യാതെയായി. എപ്പോഴാണ് തന്റെ കണ്ടത്തിലേക്ക് ഒരമ്പ് മൂളിയെത്തുക എന്ന ആദി രാജാവിനെ മുഖത്ത് സദാ തങ്ങി നിന്നു. അങ്ങനെ ഇരിക്കെ വില്ലാളി വീരൻ പിടിയിലായി. രാജാവ് തന്റെ മുമ്പിൽ നിന്ന വില്ലാളിയെ കണ്ട് സ്തബ്ധനായി. ഒരു 4 വയസ്സുകാരൻ പോണകമെടുത്ത് വില്ലുമായി നിൽക്കുന്നു. നീയാണോ മരങ്ങളിൽ അമ്പ് ഇത് കൊള്ളിക്കുന്നത്? രാജാവിന്റെ ചോദ്യത്തിന് ആ 4 വയസ്സുകാരൻ തലയാട്ടി. അതെ. എങ്ങനെ കൃത്യമായി ചെറുവൃത്തത്തിൽ നീ അമ്പെയ്യുന്നു? അതോ, ആദ്യം ഞാൻ മരത്തിൽ അമ്പെയ്യും. കൊള്ളുന്നതിന് ചുറ്റും ആണി കൊണ്ട് ഒരു ചെറുവൃത്തം വരയ്ക്കും. ഒരു നിമിഷം സ്തബ്ധനായ രാജാവ് പൊട്ടിച്ചിരിച്ചു. സദസ്സിലും ചിരി പടർന്നു. നോക്കൂ, എത്ര നിസ്സാര സംഭവമായിരുന്നു. യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ രാജാവ് എന്തൊക്കെ ചിന്തിച്ചു കൂട്ടി. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്, അല്ലേ? നമുക്ക് ആ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞാലോ ആ യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടാൻ തുടങ്ങിയാലോ ഈ ടെൻഷനൊക്കെ മാറാൻ പറ്റുന്നതേ ഉള്ളൂ.